ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു അമ്മയും കുട്ടിയും കൂടെ ഒരു കുളക്കരയിൽ പോയിരുന്ന് സംസാരിക്കുകയായിരുന്നു. കുട്ടികൾക്ക് എപ്പോഴാ ഓരോ ഡൗട്ട്സ് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ബുദ്ധിമതിയായ അമ്മ അതിന് സന്ദർഭത്തിനനുസരിച്ച് അവസരോചിതമായി കുട്ടികളോട് ആൻസർ പറയുക എന്നുള്ളതാണ് ഒരു അമ്മയുടെ ഏറ്റവും വലിയ കഴിവ്. അങ്ങനെ മാത്രമേ നമുക്കൊരു കുട്ടിയെ ചെറുപ്പം മുതലേ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. എനിക്കും അത് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് അത് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ സാധിച്ചിട്ടില്ലെങ്കിലും കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പണ്ട് മുതലേ നമ്മൾ ഒത്തിരി അറിവുള്ളവരല്ല. പക്ഷേ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. അത് മക്കൾക്കും കൊച്ചുമക്കൾക്കുമായിട്ട് വിനിയോഗിക്കാനും നമുക്ക് പറ്റണം. ഇനി കഥയിലോട്ട് കടന്നാലോ? കുളക്കരയിൽ പോയിരുന്ന അമ്മയോട് കുട്ടി ചോദിക്കുന്നു, അമ്മേ, ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിനെ എനിക്ക് കാണാൻ പറ്റുമോ? അമ്മയുടെ ആൻസർ, തീർച്ചയായും നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റും. എങ്ങനെ? നീ കുളത്തിൽ കാണുന്ന നിന്റെ പ്രതിബിംബത്തെ നോക്കൂ, അതാണ് ദൈവം. കുട്ടിക്ക് വീണ്ടും ഡൗട്ട്, എങ്ങനെയാണ് ഈ പ്രതിബിംബം ഞാനാകുന്നത് അല്ലെങ്കിൽ ദൈവമാകുന്നത്? അമ്മ പറഞ്ഞു, ഓരോ മനുഷ്യരിലും പിശാചും ദൈവവും ഒക്കെയുണ്ട്. അല്ല, ഓരോ മനുഷ്യരിലും ദൈവമുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന മക്കളായി ജീവിച്ചാൽ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണമുള്ള കുട്ടിയാണെങ്കിൽ നീ കാണുന്ന പ്രതിബിംബം അല്ലെങ്കിൽ നീ തന്നെയാണ് ദൈവം എന്നാണ് ആ അമ്മ പറഞ്ഞു കൊടുത്തത്. കുട്ടിക്ക് വീണ്ടും ഡൗട്ട്, അപ്പോൾ പിശാജ് എവിടെയാണ്? അമ്മയുടെ ആൻസർ, പിശാചും നീ തന്നെയാണ്. എങ്ങനെയാണ് ഞാൻ പിശാചും ദൈവവും ആകുന്നത്? ഡൗട്ട് വീണ്ടും. അമ്മ പറഞ്ഞു, നിന്നിൽ പിശാചിന്റെ സ്വഭാവമാണ് കുടികൊള്ളുന്നതെങ്കിൽ, അതായത് നീ പറഞ്ഞ അനുസരണയില്ലാത്തതും ദേഷ്യക്കാരിയും നല്ല കളവ് കാണിക്കുകയോ കളവ് പറയുകയോ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിന്നിൽ പിശാചുണ്ട്. നിനക്ക് ദൈവമാകണോ പിശാചാകണോ? കുട്ടിക്ക് ഏതായിരിക്കും ഇഷ്ടം? അങ്ങനെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു കൊടുത്ത് ഇതേപോലെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം. പിതാവിനേക്കാൾ കൂടുതൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാതാവാണ്. അപ്പോൾ ആ മാതാവ്, അതായത് ഒരു വീട്ടിലെ അമ്മയാണ് കൂടുതലും മക്കളെ മോൾഡ് ചെയ്യുന്നതിൽ കൂടുതലും ശ്രദ്ധാലുവാകേണ്ടത്. അപ്പോൾ ഒരു ബുദ്ധിമതിയായ അമ്മയുടെ മക്കളും ബുദ്ധിയുള്ളവരും നല്ലവരും ഒക്കെ ആയിട്ട് വളരും. മാത്രമല്ല, ഏതൊരമ്മയും ഇപ്പോഴത്തെ ഈ ധൃതി പിടിച്ച അല്ലെങ്കിൽ സമയമില്ലാത്ത ഓട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗം തേടി രാവിലെ ജോലിക്ക് പോകുന്ന അമ്മമാർ വീട്ടിൽ വന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ജോലിയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഫോൺ നോക്കി റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. ഒപ്പം തന്നെ മക്കളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തു പോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും കുട്ടികളോടൊത്ത് അന്നത്തെ ദിവസം ചോദിച്ചറിയുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെക്കുറിച്ച് അവരോട് പറയുകയോ, അല്ലെങ്കിൽ ഓരോ സംസാരവും ഓരോ മിനിറ്റും അവരറിയാതെ അവരിലോട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ലവരായി വളർത്താൻ പറ്റും.